ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ സൗണ്ട് ഒക്കെ ചെറിയ മാറ്റമുണ്ട്. കാരണം ഞാൻ ഉറങ്ങി എണീറ്റ് വന്നതും വീഡിയോ എടുക്കുകയാണ് കേട്ടോ. കാരണം എനിക്ക് പ്രധാനമായിട്ടും ഒരു വിഷയം നിങ്ങളോട് പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസം ആകാനായിട്ട് ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. മോണിറ്റൈസേഷൻ ആയവരാണ് പ്രധാനമായിട്ടും നേരിടുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, റവന്യൂ പ്രോബ്ലം അല്ലെ. ആഡ്സ് വരുന്നില്ല, റവന്യൂ കയറുന്നില്ല, അതുപോലെ റീമിക്സ് ഓപ്ഷൻ കട്ടാണ്. അപ്പൊ പല അങ്ങനെ പ്രോബ്ലങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പൊ എല്ലാ മോണിറ്റൈസേഷൻ ആയ ചാനലുകൾക്കും ഈ പ്രോബ്ലം ഇല്ല, കുറച്ചു പേർക്കാണ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് റീസൺ എന്ന് ഇതുവരെയും അറിയാൻ പറ്റിയില്ല. ഞാനിപ്പോ 3-4 തവണയായിട്ട് യൂട്യൂബ് ടീമുമായിട്ട് ചാറ്റ് ചെയ്തു കേട്ടോ. എനിക്കൊരു പരിഹാരവും ഉണ്ടായില്ല. അതുപോലെ ഒരുപാട് പേര് അങ്ങനെ ചാറ്റ് ചെയ്തിട്ടും പരിഹാരമൊന്നും ഉണ്ടായില്ല. പരിഹരിക്കാം എന്ന് പറയുകയല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ നമ്മള് എന്താണ് റീസൺ എന്ന് നമ്മള് തേടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ല നമ്മുടെ ചാനലിൽ. നമ്മൾ വേറെ എവിടെ നിന്നുള്ള വീഡിയോസോ ഒന്നും എടുക്കുന്നില്ല. നമ്മുടെ ഓൺ കണ്ടന്റ് ആണ് നമ്മളെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഏകദേശം ചെറിയ ചാനലിലും വലിയ ചാനലിലും ഈ പ്രോബ്ലം ഉണ്ട്. ഒരുപാട് ചെറിയ ചാനൽ മോണിറ്റൈസേഷൻ ആയവർക്ക് ഈ പ്രോബ്ലം ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് വലിച്ചു നീട്ടുകയല്ല കേട്ടോ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. കാരണം ഞാൻ ഏകദേശം ഇപ്പൊ $100 അടുക്കുമ്പോഴായിരുന്നു ഈ പ്രോബ്ലം വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു മാസമായിട്ട് 3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കണ്ട എന്ന് പറഞ്ഞ് ഷോർട്സ് ഇടയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് റവന്യൂ വരുന്നില്ല. ഇപ്പൊ ഈ വീഡിയോക്ക് റവന്യൂ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് YT ക്രിയേറ്റ് ആപ്പിൽ നിന്നാണ്. അപ്പൊ ഇതുപോലെ കുറേ പേര് YT ക്രിയേറ്റ് ആപ്പിൽ നിന്ന് ചെയ്യുന്നുണ്ടാവൂലെ. അപ്പൊ ആരൊക്കെയാണ് YT ക്രിയേറ്റ് ആപ്പിൽ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വൈകിയാണ് ഇട്ടത്. അപ്പോ അതിന് അധികം പ്രതികരണമൊന്നും കിട്ടിയിട്ടില്ല. ബോട്ട് രൂപത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ, പെർസെന്റേജ് ബേസിൽ. അപ്പോ ഒരാള് YT ക്രിയേറ്റ് ആപ്പിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്കും ഈ പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് YT ക്രിയേറ്റ് ആപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മള് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം എന്ന് തോന്നുന്നു. ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, ഇത് തമിഴ് ചാനലിലെ ഒരു വീഡിയോയില് ഞാൻ കണ്ടതായിരുന്നു. ആ തമിഴ് ചാനലിൽ ഈ പ്രോബ്ലത്തിനെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് അവര് YT ക്രിയേറ്റ് ആപ്പിലൂടെ വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം എന്നാണ് അതിൽ പകുതി പേരും പറയുന്നത്. പക്ഷെ സത്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നമ്മൾ വേറൊരു ആപ്പിലൂടെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇതുവരെ വേറെ ആപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ വേറൊരു ആപ്പിലിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും എന്താണ് പ്രശ്നം എന്നത് കേട്ടോ. ആഡ്സ് വരികയാണെന്ന് വെച്ചാൽ അപ്പോൾ ആ ആപ്പിലൂടെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം YT ക്രിയേറ്റ് ആപ്പ് എന്നത് യൂട്യൂബിന്റെ തന്നെ ഫ്രീ ആപ്പാണ്. അപ്പൊ അതില് നമുക്കൊരു പ്രശ്നം വരാനും ഇല്ല. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല. ഞാൻ YT ക്രിയേറ്റ് ആപ്പിലെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിയോ ക്ലീൻ അപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ തമിഴ് വീഡിയോയിൽ കണ്ടതിൽ അവരും പറയുന്നുണ്ട്, കുറെ പേര് ഓഡിയോ ക്ലീൻ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് അറിയുന്നില്ല. അപ്പൊ നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. വേറെ ആപ്പിൽ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അല്ലെ. അപ്പോൾ ഇങ്ങനെ പ്രശ്നമുള്ളവര് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ രാവിലെ തന്നെ എടുത്തത്. അപ്പോൾ ഞാൻ പറ്റിയാൽ പെട്ടെന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ YT ക്രിയേറ്റ് ആപ്പിലായിരിക്കില്ല ചെയ്യുന്നത്, വേറെ ആപ്പിലായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. കമന്റിലൂടെ ചോദിക്കാന്ന് വെച്ചാൽ അറിയിക്കുന്നതായിരിക്കും. പ്രോബ്ലം സോൾവ് ആയി കിട്ടിയാൽ നമുക്ക് റീമിക്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പൊ ഈ പ്രോബ്ലം ഉള്ളവർക്ക് റീമിക്സ് എന്ന ഓപ്ഷൻ കട്ടാണ്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പൊ ഞാൻ കുറേ ചാനലുകൾ നോക്കിട്ടോ. വലിയ ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മേലെയുള്ള ചാനലിലും ഇതേ പ്രോബ്ലം വരുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം അവർക്ക് റീമിക്സ് എന്ന ഓപ്ഷൻ കട്ടാണ് കേട്ടോ. ഈ റീമിക്സ് എന്ന ഓപ്ഷൻ കട്ടുള്ളവർക്ക് എല്ലാവർക്കും ഈ ആഡ്സ് പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ പഴയ വീഡിയോയിലെ റവന്യൂ ഒക്കെ നമുക്ക് കയറുന്നുണ്ട്. അപ്പൊ എനിക്കും ദൈവം സഹായിച്ച് ഒരു വീഡിയോ ജസ്റ്റ് വൈറലായിട്ടുണ്ട്. അപ്പൊ അതിലെ റവന്യൂ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം എന്റെ $99 എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനി വെറും $0.00 മാത്രം കയറി കഴിഞ്ഞാൽ എന്റെ $100 ആകും. അപ്പോൾ എനിക്ക് ഈ പ്രശ്നം കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കാം. പക്ഷെ എങ്കിലും മറ്റുള്ളവർക്കും കൂടെ സഹായമാകുകയാണ് വെച്ചാൽ ആകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും റവന്യൂ കിട്ടത്തില്ല.
നമ്മളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. എങ്ങനെയൊക്കെയോ മോണിറ്റൈസേഷൻ കഷ്ടപ്പെട്ടാക്കുന്നു. നമ്മൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അല്ലെ. സാധാരണക്കാരാകുമ്പോഴും നമുക്ക് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുന്നത്. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അപ്പൊ നമ്മൾ ഓരോ വീഡിയോയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുന്നത്. അപ്പൊ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് വളരെ സങ്കടമാണ് അല്ലെ. കാരണം നമ്മൾ റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുന്നത്. അപ്പൊ റവന്യൂ തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ തോന്നത്തില്ല. അപ്പോ ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. കാരണം ഞാൻ രാവിലത്തെ പണിയൊന്നും ചെയ്യാതെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡോ കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. ഇനി വീഡിയോ എടുക്കാതെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഒരിക്കലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം കുട്ടികളൊക്കെ എണിച്ചു കഴിഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളാകും. പിന്നെ പൂച്ച തിരക്കൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്നൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ YT ക്രിയേറ്റ് ആപ്പിന്റെ പ്രോബ്ലം ആണോ എന്ന് കേട്ടോ. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 90-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അതും കൂടെ കാണുക കേട്ടോ. ബിഗിനേഴ്സിനായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.